ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മാന്യമായ രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന താരസംഘടനയാണ് അമ്മ എന്ന് ആലോചിക്കണം. കാറ്റിലും കോളിലും പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ അതിനെ നല്ലൊരു കപ്പിത്താൻ്റെ കീഴിൽ കുഴപ്പമില്ലാതെ കൊണ്ടുപോയിരുന്നൊരു പ്രസ്ഥാനമാണെന്ന് ആലോചിക്കണം. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അതിനുണ്ട്. അതൊരു കുടുംബത്തിലുണ്ടാകുന്ന പോലെ തന്നെ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്, പുറത്താക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടെന്ന് ആലോചിക്കണം. അവിടെ ഒരു പ്രത്യേക ഘട്ടം വന്നത് നടിപീഡന കേസുമായി ബന്ധപ്പെട്ടപ്പോൾ ആലോചിക്കണം. അതിൽ ദിലീപിൻ്റെ പക്ഷം കുറേ പേരുണ്ടായിരുന്നു, നടിക്ക് വേണ്ടി കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം നീതിയും അനീതിയും അടങ്ങിയതാണ് ഈ സംഘടന എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കുറേ ചെറുപ്പക്കാരുണ്ടായിരുന്നു ആലോചിക്കണം. പക്ഷേ ആ ചെറുപ്പക്കാർ ഇപ്പോഴും ആ ചെറുപ്പക്കാരിൽ പലർക്കും നല്ല സ്ഥാനം തന്നെയാണ് ഉള്ളതെന്ന് ആലോചിക്കണം. ഈ മാറിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുതിയ ഭാരവാഹികൾ വന്നതെന്ന് ആലോചിക്കണം. അന്ന് ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, സിദ്ദിഖ് 6 മാസത്തിൽ കൂടുതൽ അമ്മയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ആലോചിക്കണം. 6 മാസം പോയിട്ട് 1 മാസം പോലും വേണ്ടി വന്നില്ല, സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു എന്ന് ആലോചിക്കണം. പക്ഷെ ഇവിടെ ആ കമ്മിറ്റി കൂടാൻ ആ കമ്മിറ്റി ഒന്നടങ്കം 2 ഗ്രൂപ്പായി തിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മോഹൻലാൽ ഇനി വയ്യ, ഈ സ്ഥാനത്ത് ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ന് വെച്ചാൽ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് ആലോചിക്കണം. ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച ദിവസമാണ്. അതിന് ബാബുരാജിൻ്റെ പേരാണ് വന്നിരുന്നത്. ഇപ്പോൾ ബാബുരാജിൻ്റെ പേരിലും ചില അലിഗേഷൻസ് വന്നതിൻ്റെ പേരിൽ ആ പേര് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറ്റിവെച്ചു. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് പുതിയ ഭാരവാഹികളാണ് വരാൻ പോകുന്നത്, മൊത്തത്തിലല്ല. അതായത് ഈ WCC പിരിഞ്ഞ് പോയപ്പോഴാണ് ഈ സംഘടനയ്ക്ക് കുറേ ആട്ടം ഉണ്ടാക്കുന്ന രീതിയിൽ വന്നത്. സംഘടനയിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ സംഘടനാ മര്യാദകൾ പാലിക്കേണ്ടി വരും. അപ്പോൾ WCCയെ കൂടി അമ്മയുടെ ഭാഗമാക്കി വീണ്ടും ഒന്നാക്കാനുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ മോഹൻലാൽ രാജിവെച്ചാൽ ആരായിരിക്കും പ്രസിഡന്റ് എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ വേഗമായിട്ട് വന്നിരിക്കുന്നത്, ആ ചർച്ചയിൽ പ്രസിഡന്റ് സ്ഥാനം WCCക്ക് കൊടുക്കാം എന്നുള്ളതാണ്. WCCക്ക് കൊടുക്കുമ്പോൾ ഇപ്പോഴും മഞ്ജു വാര്യർ WCCയുടെ മെമ്പറാണ് എന്നുള്ളതാണ്. അത് മോഹൻലാൽ അടക്കമുള്ളവർക്ക് താല്പര്യമുള്ളൊരു നടിയാണ് മഞ്ജു വാര്യർ എന്നാലോചിക്കണം. അങ്ങനെ മഞ്ജു വാര്യർ പ്രസിഡൻ്റായും, അതായത് തീരെ കറ പുരളാത്ത സത്യസന്ധമായ അഭിപ്രായം പറയുന്ന ജഗദീഷ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തും വരണം എന്നൊരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മഞ്ജു വാര്യർ WCCയുടെ പേരിൽ പ്രസിഡൻ്റാകാൻ പോകുന്നുള്ള വാർത്ത WCCയുടെ, അതായത് WCCക്ക് ഇപ്പോഴും ജീവനും രക്തവും കൊടുത്തുകൊണ്ടിരിക്കുന്ന, ആ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഒന്നുമല്ലാതായിക്കൊണ്ടിരിക്കുന്ന നടികളും മറ്റുള്ളവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മഞ്ജു വാര്യരുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടുകയാണെങ്കിൽ അതിനെ എതിർക്കാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. WCCയെ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ പ്രസിഡൻ്റായി വരേണ്ടത് ആരുടെ പേരാണെന്ന് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അമ്മയുടെ ആൾക്കാരല്ല, അത് WCCയോട് ചോദിക്കണം. WCCയോട് ചോദിക്കുമ്പോൾ അർഹമായ പേരുകൾ പറയും. അതിനു മുമ്പ് തന്നെ ഈ WCCയും അമ്മയും തമ്മിൽ ഒരു ഏകീകരണം വേണോ വേണ്ടയോ എന്നുള്ളത് ചർച്ചകൾക്ക് ശേഷമേ പറ്റൂ. ഞങ്ങളുടെ വായ അടയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അത് നടക്കില്ല എന്നും അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കാര്യങ്ങൾ തെറ്റിനെ തെറ്റായി പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മാത്രമേ WCC അമ്മയുമായി വീണ്ടും അടുക്കുകയുള്ളൂ എന്നും കുറച്ച് പേര് പറയുന്നുണ്ടെന്ന് ആലോചിക്കണം. പഴയതുപോലെ WCCയിൽ പഴയ മെമ്പർമാർ കൂടുതലൊന്നുമില്ല, കുറച്ച് പേര് മാറി നിൽക്കുകയാണെന്ന് ആലോചിക്കണം. ചിലർ മൗനികളായി തീർന്നിരിക്കുന്ന ആലോചിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇതിൻ്റെ പേരിൽ ഈ സിനിമയില്ലാതെ എത്രയോ പേരുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അവർ തീരുമാനിക്കും. WCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തെങ്കിൽ അവർ വ്യക്തമായിട്ട് ഒരാളെ കണ്ടെത്തുമെന്ന് പ്രഖ്യാപിച്ചും കഴിഞ്ഞു. മാത്രം ഇവിടെ ജഗദീഷാണ് ഇതിന് യോഗ്യൻ, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുക ഇനി യോഗ്യനെങ്കിലും ജഗദീഷ് വളരെ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ജഗദീഷ് ചിലർക്ക് താല്പര്യമില്ലാതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന പൃഥ്വിരാജ് അടക്കമുള്ളവർ
പൃഥ്വിരാജ് അടക്കമുള്ളവരും അമ്മയിലെ തന്നെ ചില മെമ്പർമാരും അടക്കമുള്ളവരും ജഗദീഷ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ആലോചിക്കണം. കാരണം ഇനി നിങ്ങളുടെ അമ്മയുടെ ഭാരവാഹികൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ പേര് പറഞ്ഞാൽ പരിഹസിച്ച് ചിരിക്കുന്ന രീതിയിലാവാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ WCCയുടെ ഒരു ലേഡി, മാന്യ ലേഡി പ്രസിഡന്റ് സ്ഥാനത്തേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ജഗതിയും വരുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് കാലത്തേക്ക് തലയിൽ മുണ്ടിടാതെ നടക്കാൻ കഴിയുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് ആലോചിക്കണം. അപ്പോൾ ആ രീതിയിൽ, കാരണം താരസംഘടനയുടെ കാര്യം തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരോ ഗവൺമെൻറ്റോ മറ്റുള്ളവരോ ഒന്നുമല്ല, അവരാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അമ്മയുടെ മെമ്പർമാർ മാത്രമല്ല, അമ്മയുടെ പുതിയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് മെമ്പർമാരടക്കമുള്ളവർ വളരെ ശക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നു. കാരണം ഈ പോക്ക് ശരിയല്ല. അമ്മയ്ക്കൊരു പുതിയ നയം വേണം. ആ നയം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നയമാകരുത് എന്ന് സ്ത്രീയും പുരുഷനും അടക്കം പറഞ്ഞു കഴിഞ്ഞു എന്നാലോചിക്കണം. മറ്റൊരു കാര്യത്തിലേക്ക് അവർ ചൂണ്ടുന്നുണ്ട്. കുറച്ച് വർഷമായിട്ട് പുതിയ തലമുറയിൽപ്പെട്ട ശക്തരായ നടന്മാരൊന്നും അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിലേക്ക് വരാറില്ല. അവരിത് സ്ഥാനമാണ് അലങ്കരിക്കാനും വരാറില്ല. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോൾ ഫഹദ് ഫാസിലാവട്ടെ, പൃഥ്വിരാജാവട്ടെ, അതുപോലുള്ള നടന്മാരും നടികളുമാകട്ടെ ഒന്നും ഈ സംഘടനയിലേക്ക് ഇപ്പോൾ ഒന്നും വരുന്നില്ല. പിന്നെ സുരേഷ് ഗോപി അടുത്ത കാലത്ത് വന്നു കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണെന്ന് ആലോചിക്കണം. കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് ഒരിക്കലും അമ്മയുടെ പ്രസിഡൻ്റ് ആയിരിക്കാനോ സാധ്യത കുറവാണെന്ന് ആലോചിക്കണം. ഭാവിയിൽ ഒരു പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സുരേഷ് ഗോപി വരാൻ സാധ്യതയുണ്ട്. അത് അപ്പോഴത്തെ കാര്യം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അമ്മയുടെ മാനം രക്ഷിക്കാൻ പറ്റിയ പേരുകൾ WCCയിലെ ഒരു അംഗത്തിൻ്റെയും ജഗദീഷിൻ്റെയും പേരുകളാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ തൽക്കാലത്തേക്ക് അമ്മയുടെ സ്ഥാനം ഭദ്രമാണെന്ന് ആലോചിക്കണം. പക്ഷേ പ്രശ്നങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ഈ നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമുണ്ടായി അത് കെട്ടടങ്ങുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്ര കാലം ഇതൊക്കെ രഹസ്യമാക്കി വയ്ക്കാൻ പറ്റും? ഇത്രയും വർഷമായി അനുഭവിച്ചതാണ് ഇപ്പോൾ കുറേശ്ശായിട്ട് ഛർദ്ദിച്ച് പുറത്ത് വന്നിരിക്കണമെന്ന് ആലോചിക്കണം. ഇനി വരുമ്പോൾ മിണ്ടാൻ പോലും ഭയക്കുന്ന ആലോചിക്കണം. മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രായപൂർത്തിയുടെ പ്രശ്നം വന്നപ്പോൾ ഒരിക്കൽ ഒരാളുടെ അടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുചെന്ന്, പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് ചെന്നത്, അവരൊരു സന്തോഷിക്കാൻ വേണ്ടി ചെന്നാണത്. അപ്പോൾ പറഞ്ഞിരിക്കുന്നു, വരുമ്പോൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുവരണം, പ്രായപൂർത്തിയാണ് തെളിയിക്കണം, അത് വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് തമാശ രൂപത്തിലും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിൽ വളരെ സത്യസന്ധമായി, അതായത് ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ പോലും ക്യാമറകൾ വെച്ചിട്ടുണ്ടായിരിക്കുന്ന ആലോചിക്കണം. ക്യാമറകൾ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, വ്യക്തിപരമായ ജീവിതത്തിൽ അവരുടെ ശാരീരിക അവശതകൾ പരിഹരിക്കുക, എല്ലാത്തിനും ഒരു നേട്ടമുണ്ടായിരിക്കും. മറ്റൊന്നോട് പറഞ്ഞു കേൾക്കുന്നത്, ഇനി കാരവൻ സംസ്കാരം വേണ്ട എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് അമ്മ ഒരു തീരുമാനമെടുക്കേണ്ടത്, അമ്മയാണ് തീരുമാനമെടുക്കേണ്ടത്. ഈ കാരവൻ സംസ്കാരമാണ് വൃത്തികെട്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ വലിയ നടന്മാരോ നടികളോ അവർക്ക് വേണ്ടി കാരവൻ കൊണ്ടുവന്നിരിക്കുന്നു. സ്വന്തമായ കാരവനുണ്ട്, വാടകയ്ക്കുള്ള കാരവനുണ്ട്. ഈ കാരവൻ്റെ പുറത്ത് 2-3 കാവൽ നിൽക്കുന്നു. അതിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് പലർക്കും അറിയാമെന്നുള്ളതാണെന്ന് ആലോചിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ രഹസ്യമായി ചില കാര്യങ്ങൾ, അതായത് ഒരു ഭാഗത്ത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കാരവനിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകളെക്കുറിച്ചാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. അതൊക്കെ മാറ്റണം. ഒരു ക്ലീൻ സിനിമാ സംസ്കാരം ഇവിടെ ആവശ്യമാണെന്ന് ആലോചിക്കണം. അതിൽ ജനങ്ങളുടെ വിശ്വാസം വേണം. കാരണം ഇപ്പോഴത്തെ കുട്ടികളെക്കുറിച്ചല്ല വരുന്ന വിവരമുള്ളതാണ്. പുതിയ ആൾക്കാർ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നവർ ധൈര്യപൂർവ്വം വരാൻ നോക്കണം. തങ്ങൾക്കൊരു കുഴപ്പം സംഭവിക്കുന്ന ഉത്തമ ബോധ്യം വേണം. ആ ഒരു ബോധ്യമോ സിനിമ വൃത്തികെട്ട കൂടാരമല്ല എന്ന് തെളിയിക്കേണ്ട ഒരവസരമാണെന്ന് അറിയുക. അങ്ങനെ അവസരം ഉണ്ടാകുമ്പോൾ അമ്മയുടെ താരസംഘടന ഭരണാധികാരികൾ, അതായത് ജനറൽ സെക്രട്ടറിക്കാണ് പവറെങ്കിൽ അവർ ചില കാര്യങ്ങൾ ആ കമ്മിറ്റി തീരുമാനിക്കും. ആ കമ്മിറ്റി തീരുമാനിക്കുമ്പോൾ അങ്ങനെ അനുസരിച്ച് പോകണം. അതിന് നമ്പർ 1 ജനറൽ സെക്രട്ടറി ജഗദീഷിൻ്റെ പേര് തന്നെയാണ് ഉയർന്ന് കേൾക്കുന്നത്. അങ്ങനെയായിരിക്കട്ടെ. WCC അവർക്ക് ഇഷ്ടമുള്ളവരെ, ബോധ്യമുള്ളവരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തീരുമാനിക്കട്ടെ. അങ്ങനെ നല്ല അമ്മയുടെ പഴയ പേര് വീണ്ടെടുക്കുന്ന ആ രീതിയിലേക്ക് പുതിയ സംവിധാനം ഉണ്ടാകട്ടെ.